തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മുന്നേറ്റം. 23 സീറ്റിൽ 10 വീതം വാർഡിൽ UDF-നും LDF-നും ജയം. LDF 6 സീറ്റുകൾ പിടിച്ചെടുത്തു. UDF-ന് 3 സീറ്റുകൾ നഷ്ടമായി. തിരുവനന്തപുരത്ത് BJP-ക്ക് തിരിച്ചടി. 2 സിറ്റിംഗ് സീറ്റുകളിൽ LDF-ന് ജയം. നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഭരണം UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈലാബ്ദീൻ ചേർന്നുണ്ട്. സെയ്ഫ്, എല്ലായിടത്തെയും ഫലം വന്നു കഴിഞ്ഞോ? LDF-ന് നേട്ടമെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? അട്ടിമറികൾ നടന്നിട്ടുള്ളത് എവിടെയൊക്കെയാണ്? വിശദമായ വിവരങ്ങൾ. ഫലം വന്നു. 10 ജില്ലകളിലായി 23 തദ്ദേശ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്നലെ ആയിരുന്നു വോട്ടെടുപ്പ്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കുകയും ചെയ്തു. 23 ഇടത്തെയും റിസൾട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ LDF-ന് വലിയ നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ആകെ ചിത്രം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിന് കാരണം 10 വീതം സീറ്റുകളാണ് രണ്ട് മുന്നണികൾക്കും പ്രധാനപ്പെട്ട 2 മുന്നണികൾക്കും ലഭിച്ചിരിക്കുന്നത്. LDF-ന് 10, UDF-ന് 10. പക്ഷെ അവിടെ നേട്ടം എന്ന് പറയാനുള്ള കാരണം 6 ഇടത്ത് അട്ടിമറി വിജയം നേടുകയാണ്. 6 ഇടത്ത് LDF-ന്റെ സീറ്റ് അല്ലായിരുന്നു. അവർക്ക് 4 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് 10ലേക്ക് വർദ്ധിപ്പിക്കുകയാണ്. അങ്ങനെ 6 ഇടത്ത് അട്ടിമറി വിജയം നേടുന്നു. 3 ഇടത്ത് BJP-യെ പരാജയപ്പെടുത്തിയാണ് LDF ജയിക്കുന്നത്. 3 ഇടത്ത് UDF-നെ പരാജയപ്പെടുത്തി LDF വിജയിക്കുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വെള്ളാർ വാർഡ് അത് കാലങ്ങളായിട്ട് BJP ഭരിച്ചുകൊണ്ടിരുന്നതാണ്. കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് ഉള്ള വാർഡാണ്. തിരുവനന്തപുരത്ത് അവർ ജയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർഡുകളിൽ ഒന്നായിരുന്നു. അവിടെ 156 വോട്ടുകൾക്ക് LDF സ്ഥാനാർത്ഥി വിജയിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു അട്ടിമറി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒറ്റശേഖർ മംഗലം പഞ്ചായത്തിലെ കുന്നത്തുനാട് വാർഡ് അത് അവിടെ BJP കേന്ദ്രമാണ്, സംഘപരിവാർ കേന്ദ്രമായി അറിയപ്പെടുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇടതുമുന്നണിക്ക് അവിടെ അട്ടിമറി വിജയം നേടാൻ കഴിഞ്ഞത്. ചടയമംഗലം കൂരിയോട് വാർഡ് BJP-യിൽ നിന്ന് പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ BJP-യിൽ നിന്ന് 3 വാർഡുകൾ ഇടതുമുന്നണി പിടിച്ചെടുത്തിട്ടുണ്ട്. കണ്ണൂർ മുഴുപ്പിലങ്ങാട്, തൃശ്ശൂർ മുല്ലശ്ശേരി 7-ാം വാർഡ്, പാലക്കാട് എരുത്തേരമ്പി 14-ാം വാർഡ് എന്നിവ UDF-ൽ നിന്ന് LDF പിടിച്ചെടുത്തു. അങ്ങനെ 6 വാർഡുകൾ അട്ടിമറി വിജയം നേടി LDF നേടിയെടുത്തു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അങ്ങനെ അവർക്കൊരു മേൽക്കൈ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. BJP-ക്ക് വലിയ തിരിച്ചടി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാലങ്ങളായി കൈവശം വെച്ചിരുന്ന 2 വാർഡുകൾ പൂർണ്ണമായും അവരെ കൈവിട്ടു എന്നുള്ളതാണ് BJP-ക്ക് ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്ന്. അങ്ങനെ തിരിച്ചടി ഉണ്ടാകുമ്പോഴും ചില സ്ഥലങ്ങളിൽ ഒരു ആശ്വാസം BJP-ക്ക് ഉണ്ടാകുന്നുണ്ട്. ആലപ്പുഴ വെളിയനാട് കിടങ്ങറ സീറ്റ് CPM-ൽ നിന്ന് BJP പിടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മട്ടന്നൂർ നഗരസഭയിലെ ടൗൺ വാർഡ് UDF-ൽ നിന്ന് BJP പിടിച്ചെടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് വലിയ തിരിച്ചടി ഉണ്ടായപ്പോൾ വടക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ചെറിയൊരു നേട്ടം ഉണ്ടായി. പക്ഷേ തിരുവനന്തപുരത്ത് തിരിച്ചടി വലുതാണെന്ന് തന്നെ പറയണം. കാലങ്ങളായിട്ട് കൈവശം വെച്ചിരുന്ന സീറ്റാണ് അത്. അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി BJP-ക്ക് ഉണ്ടാകുന്നുണ്ട്. വലിയ പരിക്കുകളില്ലാതെ UDF രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത്. കാര്യമായ ഒരു തിരിച്ചടി ഉണ്ടാകുന്നില്ല. 10 സീറ്റ് അവർ നേടിയെടുക്കുന്നുണ്ട്. നേരത്തെ 14 സീറ്റ് ഉണ്ടായിരുന്നതാണ്. അത് 10ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും വലിയ തിരിച്ചടി എന്ന് പറയാൻ കഴിയില്ല. BJP-യുടെ അത്രയും തിരിച്ചടി എന്തായാലും UDF-ന് ഉണ്ടായിട്ടില്ല. LDF-ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർക്കും മുന്നണിക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലാണ് ഈ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നത്. രേഷ്മ, സെയ്ഫ്, നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഈ സെയ്ഫ് സൂചിപ്പിച്ചതുപോലെ ഈ BJP-ക്കേറ്റ തിരിച്ചടി. നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷൻ വെള്ളാർ വാർഡ്, ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നനാർ വാർഡ്, ഒപ്പം കൊല്ലം ചടയമംഗലം കുരിയോട് വാർഡ് എന്നിവയാണ് ഇപ്പോൾ BJP-യിൽ നിന്ന് LDF പിടിച്ചെടുത്തിരിക്കുന്നത്. നോക്കൂ, തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് ഒരു പൊതുതെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുമ്പോൾ കേന്ദ്രമന്ത്രിമാരെയൊക്കെ ഇറക്കി വലിയ പരീക്ഷണം നടത്താൻ കോപ്പുകൂട്ടുകയാണ് BJP അവിടെ. അപ്പോൾ അങ്ങനെയുള്ള 2 തെരഞ്ഞെടുപ്പിലെ സാഹചര്യം വ്യത്യസ്തമാണ്. എങ്കിൽ പോലും എത്രത്തോളം തിരിച്ചടി നൽകുന്നു BJP-ക്ക്? ഈ തിരിച്ചടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഷ്മ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കണ്ണൂരിലെ വിജയം അത് അവർക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ മട്ടന്നൂരിൽ അവർ കഴിഞ്ഞ തവണ ഏതാണ്ട് 15 വോട്ടിനോ 16 വോട്ടിനോ എങ്ങാണ്ടായിരുന്നു പരാജയപ്പെട്ടിരുന്നതെന്നാണ് ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥിതി അതല്ല. തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത്, രണ്ടാമത്തെ കക്ഷി എന്ന് പറയുന്നത് BJP-ആണ്. ഇടതുമുന്നണി ഭരിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കക്ഷി BJP-ആണ്. UDF 3-ാമതാണ് ഉള്ളത്. നഗരത്തിൽ വലിയ സ്വാധീനം BJP-ക്ക് ഉണ്ട് എന്ന് പല തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും 2-ാം സ്ഥാനത്ത്, നഗരത്തിലെ പല സ്ഥലങ്ങളിലും 2-ാം സ്ഥാനത്ത് BJP വന്നിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് ഈ പരാജയം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചിത്രത്തിൽ നിന്ന്
എടുത്തു പറയേണ്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോർപ്പറേഷൻ വാർഡാണ്. കോർപ്പറേഷൻ വാർഡ് എന്ന് പറയുമ്പോൾ സാധാരണ ഗ്രാമപഞ്ചായത്ത് വാർഡിനേക്കാൾ വലിയ വിസ്തീർണം ഉണ്ടാകുമെന്ന് നമുക്ക് അറിയാം. അങ്ങനെ ഒരിടത്ത് കഴിഞ്ഞ തവണ വിജയിച്ചിരുന്ന സ്ഥലത്ത്, കഴിഞ്ഞ അങ്ങേ തവണ വിജയിച്ചിരുന്ന സ്ഥലത്ത് ഇത്തവണ തിരിച്ചടി നേരിടുന്നു എന്നുള്ളത് BJP സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന കാര്യമല്ല. കാരണം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെ അടക്കം തിരുവനന്തപുരത്ത് ഇറക്കി മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള ആലോചന BJP-യിൽ നടക്കുന്നു. അതിനിടയിലാണ് സ്വാധീന മേഖല എന്നറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ വെള്ളാർ ഡിവിഷനിൽ പരാജയം ഉണ്ടാകുന്നു. ഒറ്റശേഖരമംഗലത്ത് സംഘപരിവാറിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ പറയുന്ന പ്രദേശം. അവിടെ അട്ടിമറി വിജയം LDF നേടുന്നു എന്ന് പറയുമ്പോൾ BJP-ക്ക് ആശ്വസിക്കാൻ കഴിയുന്നതല്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വ്യക്തമാണ്.